അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്നും ആദില പുറത്താക്കപ്പെട്ടതിനെ പറ്റി ഒരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഷാനവാസിന് കൊടുത്തൊരു സീക്രട്ട് ടാസ്ക് ആയിരുന്നു ആദിലയുടെ പുറത്താക്കൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഒരു കണ്ടസ്റ്റന്റിനെ ടാർഗറ്റ് ചെയ്ത് 6 വോട്ടുകൾ ആ ഒരു കണ്ടസ്റ്റന്റിന് വാങ്ങിക്കൊടുത്ത് മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായിട്ട് ആ ഒരു കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കണം. അതായിരുന്നു ഷാനവാസിന് കൊടുത്ത ടാസ്ക്. അതായത് 6 പേരെ സഹായത്തിന് വിളിച്ചിട്ട് ഷാനവാസും കൂടി ഒരാളായിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനെ ടാർഗറ്റ് ചെയ്ത് അയാൾക്ക് വോട്ട് ചെയ്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കണം. അപ്പൊ ഷാനവാസ് ബിഗ് ബോസിന്റെ എടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് ശരിക്കുമുള്ള പുറത്താക്കലാണോ അല്ലെങ്കിൽ ഒരു പ്രാങ്ക് ആണോ എന്ന്. അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതൊരു പ്രാങ്ക് ആണ്. അപ്പോൾ ആരെ ചൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആദിലെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സഹായത്തിന് വിളിക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സഹായത്തിന് ഓൾറെഡി ഇപ്പൊ നമ്മുടെ ഷാനവാസ് ചൂസ് ചെയ്തിട്ടുള്ളത് 1 ആര്യൻ, 2 വേദലക്ഷ്മി, അക്ബർ ഖാൻ, നേവിൻ, അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെയാണ് ഈ പറയുന്ന സഹായത്തിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവരായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ആദിലയെ നോമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ലിവിംഗ് ഏരിയയിൽ മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളും വന്നിരിക്കുമ്പോൾ ഷാനവാസും നേവിനും വേദലക്ഷ്മിയും ആര്യനും എല്ലാവരും കൂടി ചേർന്ന് ആദിലയെ നോമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ബിഗ് ബോസ് പറയും ആദിലക്ക് പ്രധാന വാതിലിലൂടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരാം, ആദില പുറത്തായി എന്ന് പറഞ്ഞുകൊണ്ട് ആദിലയെ പ്രാങ്ക് ആക്കും. അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലൊരു സീക്രട്ട് പ്രാങ്ക് നമ്മുടെ ഷാനവാസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടാസ്ക് അന്ന് ഷാനവാസിന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റൊരു അവസരമായിട്ടാണ് ഈ പറയുന്ന ടാസ്ക് ഷാനവാസിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രൊമോ വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വളരെ ഗംഭീരമായിട്ട് ഷാനവാസ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒറിജിനലി പുറത്തായി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, അക്ബറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, പോയി നൂറയോട് ഒരുപാട് സങ്കടം പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ആദില പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ഈ ഒരു ടാസ്ക് ഷാനവാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയെന്ന് നമുക്ക് 100% കൺഫേംഡ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു പ്രൊമോ അത്രയും ആദില വിശ്വസിച്ചു ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഒരു സീക്രട്ട് ടാസ്ക് കുളമാക്കിയതിന്റെ പേരിൽ അതിലും മികച്ചൊരു ടാസ്ക് കൊടുത്തു. അത് വളരെ മികച്ച രീതിയിൽ ഷാനവാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പുറത്തായിട്ടില്ല, സീക്രട്ട് റൂം അല്ല, ഒന്നുമല്ല, നമ്മുടെ ഷാനവാസിന് കൊടുത്തൊരു സീക്രട്ട് ടാസ്ക് ആയിരുന്നു ആദിലയുടെ ഈ പുറത്താക്കൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്